എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മുടെ ഈ കിണർ പണിയുടെ രണ്ടാമത്തെ പാർട്ടാണിത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. നമ്മുടെ വീഡിയോ വാച്ച് ചെയ്തോളി. നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് നമുക്കറിയാവുന്ന രീതിയിൽ പറഞ്ഞു തരാം. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തൂ. നമ്മളിതിൻ്റെ തൂക്കട്ട കറക്റ്റായിട്ട് ഇറക്കി സെൻറ്റർ നോക്കാൻ പോവാണ്. അതിനാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് മറ്റേ ഒരു PVC പൈപ്പാണ്. അത് സെൻറ്ററിൽ കിഴിച്ചിട്ട് നമ്മൾ അതിൻ്റെ തോത് പോലെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒരളവിന് വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിനി അത് കറക്റ്റ് സെൻറ്റർ നോക്കി തൂക്കട്ട കറക്റ്റ് ലെവലെ അടിച്ചു വന്നിട്ട് അവിടെ നമ്മൾ വരയ്ക്കാൻ ഒരു വയറിങ്ങിൻ്റെ ഒരു പൈപ്പിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ അത് വെച്ചിട്ട് അതിൻ്റെ തുമ്പത്ത് 2 കമ്പി സെറ്റ് ചെയ്തിട്ട് അത് ഒരു കമ്പി അടിച്ച് സെൻറ്റർ ഭാഗത്ത് തറച്ചിട്ട് നമ്മൾ പിന്നെ മറ്റേ സൈഡിലെ കമ്പി കൊണ്ട് നമ്മൾ വരയ്ക്കും. കൈ വെച്ചിട്ട് ഇങ്ങനെ മൊത്തം കറക്റ്റ് റൗണ്ട് കിട്ടും. എന്നിട്ട് ആ വരച്ചിട്ട് ആ വരയിൽ നമ്മൾ കുന്താലി വെച്ചിട്ട് നമ്മൾ തിരിഞ്ഞിരുന്നിട്ട് കുറേശ്ശെ അരിഞ്ഞ് കൊത്തിയെടുക്കും. അപ്പോൾ നമുക്ക് കറക്റ്റ് റൗണ്ടിൽ കിട്ടും. അങ്ങനെ നമ്മൾ റൗണ്ട് കറക്റ്റായിട്ട് വരച്ചിട്ട് നമ്മൾ ചെത്ത് കുന്താലി വെച്ചിട്ട് ഇങ്ങനെ കറക്റ്റ് അരിഞ്ഞ് റൗണ്ട് കൊത്തിയിട്ട് പിന്നെ നമ്മൾ ചെറിയൊരു കിള കളയ്ക്കും. വലിയ കിള കളയ്ക്കത്തില്ല. വലിയ കിളച്ചാൽ അതിൻ്റെ എഡ്ജ് മൊത്തം ഇളകിപ്പോവും. അപ്പോൾ നമ്മളിതുപോലെ കറക്റ്റ് റൗണ്ട് വൃത്തത്തിൽ ഒന്ന് വെട്ടിയെടുക്കും. എന്നിട്ട് നല്ല ചെറിയൊരു കിള കളച്ചിട്ട് ഈ റൗണ്ടൊന്ന് സെറ്റ് ചെയ്യാം. എന്നിട്ട് പിന്നെ നമ്മൾ വലിയ ആഴത്തിൽ വലിയ കിള കളയ്ക്കും. താഴ്ചയ്ക്ക് വേണ്ടിയിട്ട് കളയ്ക്കും. അല്ലെന്നുണ്ടെങ്കിൽ സൈഡൊക്കെ അടന്നു പോകും. എന്നിട്ട് സൈഡൊക്കെ പിന്നെ നമ്മളിനി ഫിനിഷ് ചെയ്യുന്നത് ഒരു 3 തൊടിയായി കഴിയുമ്പോഴത്തേനും നമുക്ക് കറക്റ്റ് നിന്നുകൊണ്ട് സൈഡിൽ ചെത്താൻ പറ്റത്തുള്ളൂ. ചെത്തി നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ ചെത്താൻ വേണ്ടിയിട്ട് ഒരു 3 തൊടി ആയതിനു ശേഷം നമുക്ക് ഫിനിഷിങ് ചെത്താൻ പറ്റത്തുള്ളൂ. ഓരോ തൊടി ഇപ്പോൾ ഒരു തൊടി കുഴിച്ചിട്ട് പിന്നെ മേളത്തെ 3ാമത്തെ തൊടി നമ്മൾ ഫിനിഷ് ചെയ്യും. പിന്നെ നെക്സ്റ്റ് പിന്നെ ഒരു തൊടിയും കൂടെ കുഴിച്ചിട്ട് പിന്നെ അതിന് താഴത്തെ തൊടി നമ്മൾ ചെത്തി ഫിനിഷ് ചെയ്യും. അങ്ങനെ പോകുന്നത്. ഇതിപ്പോൾ നമുക്ക് 2ാമത്തെ തൊടിയുടെ അരഞ്ഞെണ്ണത്തിൻ്റെ എടുത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ 3ാമത്തെ തൊടി വെട്ടിയതിന് ശേഷം നമുക്ക് ചെത്ത് തുടങ്ങാൻ പറ്റത്തുള്ളൂ.
അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ ഇനി നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം നമ്മൾ വരുന്നതായിരിക്കും.